ഇന്ന് ഒരു അത്ഭുത കഥയെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. മരിച്ചുപോയി 4-ാം നാൾ യേശു ബേഥാനിയയിൽ ജീവിപ്പിച്ച ലാസറിന്റെ കഥ. പക്ഷേ അതിനുശേഷം ലാസറിന് എന്തു സംഭവിച്ചു? വരൂ നമുക്ക് നോക്കാം. ലാസർ യേശുവിന്റെ അടുത്ത സുഹൃത്തായിരുന്നു. അവൻ ബഥാനിയിൽ താമസിച്ചിരുന്ന മാർത്ത, മറിയ എന്നീ സഹോദരിമാരോടൊപ്പം ജീവിച്ചു. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം വിവരിക്കുന്നതുപോലെ ലാസർ രോഗബാധിതനായി മരിക്കുകയായിരുന്നു. യേശു 4-ാം ദിവസം ബഥാനിയിൽ എത്തുകയും ലാസറെ വീണ്ടും ജീവിപ്പിക്കുകയും ചെയ്തു. ഈ അത്ഭുതം വെറുതെയായിരുന്നില്ല. ഇത് യേശുവിന്റെ മരണത്തിനും പുനരുത്ഥാനത്തിനും മുമ്പ് ചിത്രമായി കാണപ്പെട്ടു. അദ്ദേഹം പുനരുത്ഥാനവും ജീവിതവും ആണ് ജോൺ അധ്യായം 11:25 വാക്യം എന്നു തെളിയിക്കുന്നത്. എന്നാൽ അത്ഭുതത്തിനുശേഷം ലാസറിന് എന്തു സംഭവിച്ചു? ബൈബിൾ അവിടെ നമുക്ക് കൂടുതൽ വിവരങ്ങൾ നൽകുന്നില്ല. പാർട്ട് 1. ലാസർ പുനരുത്ഥാനത്തിനു ശേഷം. പുനരുത്ഥാനത്തിനു ശേഷം ലാസറിന്റെ ജീവിതത്തെക്കുറിച്ച് ബൈബിളിൽ ചെറിയ സൂചനകൾ മാത്രമാണ് നൽകുന്നത്. ജോൺ അധ്യായം 12:1-2 വാക്യങ്ങളിൽ ലാസർ യേശുവിനോടൊപ്പം ഒരു വിരുന്നിൽ പങ്കെടുക്കുന്നതായി കാണിക്കുന്നു. പിന്നീട് ജൂതന്മാർ ലാസറിനെ തികച്ചും നശിപ്പിക്കാൻ ശ്രമിച്ചു. കാരണം ലാസറിന്റെ പുനരുത്ഥാനം ആളുകളെ യേശുവിലേക്ക് ആകർഷിച്ചു. ജോൺ 12:10-11 വാക്യങ്ങൾ. അവിടെ നിന്ന് ബൈബിളിൽ ലാസറിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങളില്ല. പാർട്ട് 2. പുരാതന ക്രിസ്തീയ പാരമ്പര്യങ്ങൾ. ഇനി ലാസറിന്റെ ജീവിതത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ കണ്ടെത്താൻ നമുക്ക് പ്രാചീന ക്രിസ്തീയ പാരമ്പര്യങ്ങളിലേക്ക് തിരിഞ്ഞു കാണാം. പാരമ്പര്യം 1. സൈപ്രസിലെ ബിഷപ്പായ ലാസർ. തെക്കുപടിഞ്ഞാറൻ പാരമ്പര്യത്തിൽ നിന്നുള്ള ഏറ്റവും പ്രശസ്തമായ കഥ സൈപ്രസിലെ കിറ്റിയോന്റെ ആദ്യത്തെ ബിഷപ്പായ ലാസറിനെപ്പറ്റിയുള്ളതാണ്. ഈ കഥ പ്രകാരം ലാസർ 30 വർഷം കൂടി ജീവിച്ചു. സൈപ്രസിലെ ലാർനാക്കായിലെ ഒരു കല്ലറയിലുള്ള ലാസറിന്റെ ശവകുടീരം ഇന്നും സന്ദർശിക്കാം. പാരമ്പര്യം 2. ഫ്രാൻസിലെ ലാസർ. പടിഞ്ഞാറൻ യൂറോപ്യൻ പാരമ്പര്യത്തിലെ മറ്റൊരു കഥ സഹോദരിമാരോടൊപ്പം പടിഞ്ഞാറൻ ഫ്രാൻസിൽ എത്തുന്ന ലാസറിനെക്കുറിച്ചാണ്. ഈ കഥ അനുസരിച്ച് ലാസർ മാർസയിലെ ബിഷപ്പായി നിയോഗിക്കപ്പെടുകയും അവിടുത്തെ ക്രിസ്ത്യൻ സമൂഹത്തെ മുന്നോട്ട് നയിക്കുകയായിരുന്നു. പാരമ്പര്യം 3. മൗനജീവിതം. മറ്റൊരു പ്രാചീന കാഴ്ചപ്പാടിൽ ലാസർ ഒരു നിശബ്ദജീവിതം നയിക്കുകയും അത്ഭുതത്തിലൂടെ ദൈവസന്നിധി ആസ്വദിക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത്. പാർട്ട് 4. നാം ലാസറിൽ നിന്ന് എന്തു പഠിക്കാം? ലാസറിന്റെ കഥ നമുക്ക് ആശ്വാസത്തിന്റെ, വിശ്വാസത്തിന്റെ, ശക്തിയുടെ ഒരു സന്ദേശം നൽകുന്നു. അദ്ദേഹം ക്രിസ്തീയ പാരമ്പര്യങ്ങളിൽ ബിഷപ്പായി ജീവിച്ചോ അല്ലെങ്കിൽ ബഥാനിയിൽ തന്നെ മൗനജീവിതം നയിച്ചിരുന്നാലും ലാസറിന്റെ കഥ ഇന്നും ലോകമെമ്പാടുമുള്ള ആളുകളെ പ്രചോദിപ്പിക്കുന്നു. കൺക്ലൂഷൻ: എന്തായാലും ലാസറിന്റെ കഥ ഇന്നും നമ്മളെ ആകർഷിക്കുന്നു. നിങ്ങൾ എന്തു കരുതുന്നു? ലാസർ പുനരുത്ഥാനത്തിനു ശേഷം എന്തു സംഭവിച്ചു? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളിലൂടെ അറിയിക്കൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണാം.